ഇന്നലെ വന്ന വളരെ ഗൗരവതരമായ ഒരു വിഷയം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. കാസർഗോഡ് ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം നമ്മളോട് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ മന്ത്രവാദവും ദുർമന്ത്രവാദവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നാണ് ഈ കൊലപാതകം നമ്മളോട് പറയുന്നത്. കാരണം മന്ത്രവാദത്തിന്റെ ഭാഗമായിട്ട് സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാം എന്ന വാഗ്ദാനത്തിൽ കുടുങ്ങിയ ഒരു പ്രവാസി വ്യവസായിയാണ് കൊല്ലപ്പെട്ടത്. അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്ക്, കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തും സ്വർണ്ണ വിൽപ്പന നടത്തിയെന്ന് പ്രതികൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണം വിറ്റുകിട്ടിയ പണം ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാട് നടത്താനും പ്രതികൾ വിനിയോഗിച്ചു. പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ എന്ന് നമ്മൾ വീണ്ടും ആശ്ചര്യപ്പെടുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ. സിജു കണ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ് കാസർഗോഡ് നിന്ന്. നോക്കാം എന്താണ് ആ കേസിൽ സംഭവിച്ചത്, പോലീസിന്റെ കണ്ടെത്തലുകൾ എങ്ങനെയാണെന്ന്. സിജു, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. സിജു, മന്ത്രവാദം, അതിന്റെ പുറകിൽ നടന്ന അണിയറ ഇടപാടുകൾ, അവസാനം ഒരു മനുഷ്യന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്ന ദാരുണ സംഭവമാണ് കാസർഗോഡ് പൂച്ചക്കാട്ട് നമ്മൾ കണ്ടത്. ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് അത്ഭുതത്തോടെ അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇത്രയധികം പുരോഗമനം ഉണ്ടായിട്ടും ഈ മന്ത്രവാദവും ദുർമന്ത്രവാദവും ഒക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. അതൊരു മനുഷ്യന്റെ കൂടി ജീവൻ വീണ്ടും എടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരേ സമയം ഞെട്ടലും അതേസമയം തന്നെ സങ്കടവുമുണ്ട്. പോലീസ് ഈ കേസിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെ മുഴുവൻ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അബ്ദുൾ ഗഫൂർ ഹാജിയുടേത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഇത്രയും വളർന്നിട്ടും ഈ മന്ത്രവാദത്തിലും സ്വർണം ഇരട്ടിപ്പിക്കൽ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളിൽ ആളുകൾ വിശ്വസിക്കുന്നു, അവർക്ക് പിറകെ ആളുകൾ പോകുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഒരു മരണം സംഭവിക്കുന്നു, ദാരുണമായ മരണം. സാമ്പത്തികമായി വളരെ നല്ല നിലയിലുള്ള ഒരു പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി മരണപ്പെടുന്നു എന്നുള്ളത് വലിയ ദുഃഖത്തോടു കൂടിയാണ് നാട്ടുകാർ കണ്ടത്. അതിൻ്റെതായ ഒരു പ്രതിഷേധം സ്ഥലത്ത് ഇന്നലെ തെളിവെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നിലുള്ള കഥകൾ, മൊഴികൾ കൂടുതലായി പുറത്തേക്ക് വരികയാണ്. ഇവരുടെ മൊഴികളിൽ പ്രധാനമായും പറയുന്നത് ഈ സ്വർണം പല തവണകളിലായി അബ്ദുൾ ഗഫൂർ ഹാജിയിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ്. ഈ KH ഷമീന, അതോടൊപ്പം തന്നെ ഉബൈസ്, ഇവരാണ് പ്രധാനമായും ഇത് ആസൂത്രണം ചെയ്തത്. പല തവണകളിലായി അബ്ദുൾ ഗഫൂറിൽ നിന്ന് ഇവർ ഈ സ്വർണം തട്ടിയെടുത്തു. ഈ സ്വർണം പൂർണ്ണമായും അബ്ദുൾ ഗഫൂറിൻ്റെതല്ല. അവരുടെ ബന്ധുക്കളിൽ നിന്ന് അബ്ദുൾ ഗഫൂർ പല സ്ത്രീകളിൽ നിന്നായി സ്വർണം വാങ്ങിച്ചു. താൽക്കാലികമായി തനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ത്രീകളിൽ നിന്നായി സ്വർണം ശേഖരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അബ്ദുൾ ഗഫൂറിന്റെ സഹോദരൻ മുഹമ്മദ് ഷെരീഫ് ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ മരണം നടക്കുന്നത് 2023 ഏപ്രിൽ 14-നാണ്. അതിന് തൊട്ട് മുമ്പുള്ള 2022 ഡിസംബർ മുതൽ തന്നെ, ഡിസംബർ 2023 ജനുവരി മുതൽ തന്നെ പല സ്ത്രീകളിൽ നിന്നായി സ്വർണം വാങ്ങിച്ചു. ഈ കുടുംബവുമായി എല്ലാം തന്നെ വലിയ ബന്ധം, ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ് അബ്ദുൾ ഗഫൂർ ഹാജി. അതുകൊണ്ട് തന്നെ ഇവർ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും അവർക്ക് സ്വർണം നൽകി. സ്വർണത്തിന് പുറമെ പലരും പണം കൂടി നൽകാൻ തയ്യാറായി. കാരണം ഇവർ കരുതിയിരുന്നത് അബ്ദുൾ ഗഫൂർ ഹാജി സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന്, അതുകൊണ്ട് സഹായിക്കണമെന്ന നിലയിൽ പലരും പണം കൊണ്ടുവന്നെങ്കിലും ഇവരിൽ നിന്നാരും പണം സ്വീകരിച്ചില്ല. അതിന് പകരം സ്വർണം മാത്രം മതി, ഇത്ര കാലാവധിക്കകത്ത് തരാമെന്നാണ് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അബ്ദുൾ ഗഫൂർ ഹാജിയെ ഈ KH ഷമീന, അതോടൊപ്പം തന്നെ ഉബൈസ്, ഈ ഷമീന ജിന്നുമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഏർവാടിപ്പോയപ്പോൾ തന്റെ ശരീരത്തിൽ കയറി എന്ന നിലയിൽ ഇവർ പ്രചരിപ്പിച്ചു എന്നാണ് പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ തലവനായ DYSP പറയുന്നത്. ഇങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഈ സ്വർണം ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പൂജ ചെയ്തു കഴിഞ്ഞാൽ അത് ഇരട്ടിപ്പിച്ച് കിട്ടുമെന്ന് ഇവരെ വിശ്വസിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വിശ്വസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരട്ടിപ്പിച്ച് നൽകുന്നതിന് വേണ്ടിയാണ് 596 പവൻ 12 സ്ത്രീകളിൽ നിന്നാണ്, കുടുംബക്കാരിൽ നിന്നാണ് ഈ സ്വർണം വാങ്ങിച്ചത്. അതിനുശേഷം പിന്നീട് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന കാലാവധി കഴിയുന്നു, സ്വർണം തിരികെ നൽകാൻ കഴിയുന്നുമില്ല. ഈ ഘട്ടത്തിലാണ് ഇവർ ഈ അബ്ദുൾ ഗഫൂർ ഹാജി സ്വർണം തിരികെ ചോദിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ജിന്നുണ്ട് എന്ന പേരിൽ ഈ വീട്ടിലേക്ക് ഇവർ വരികയും പൂജ നടത്തുകയും ചെയ്യുന്നത്. പൂജ നടത്തുമ്പോൾ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തി. വീട്ടിൽ മറ്റാരും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റംസാൻ വ്രതകാലമായിരുന്നു. ഈ വ്രതകാലത്ത് ഈ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ ഭാര്യ, അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള ആളുകളെ അവരുടെ സഹോദരിയുടെ വീട്ടിലേക്ക്
കൊണ്ടുവിടുകയാണ്. 8 കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നു. പിറ്റേ ദിവസം രാവിലെ താൻ വരാം, താൻ ഇന്നിവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഏപ്രിൽ 13 രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. മന്ത്രവാദം നടത്തുന്നു. അതിനിടയിൽ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ തല ചുമരിലേക്ക് ഇടിച്ച് കൊലപ്പെടുത്തുമ്പോൾ രക്തം വാർന്നു പോകുന്ന നിലയിലായിരുന്നില്ല ഈ ശരീരം കണ്ടെത്തിയിരുന്നത്. സാധാരണ നിലയിൽ കുടുംബം കരുതിയിരുന്നത് ഹൃദയാഘാതം മൂലം മരിച്ചു എന്നാണ്. സാധാരണ ഉപയോഗിക്കാത്ത മകന്റെ മുറിയിലായിരുന്നു ഇദ്ദേഹം കിടക്കുന്നതായി കണ്ടത്. തുടർന്ന് സ്വാഭാവിക മരണം എന്ന രീതിയിൽ സംസ്കാരം നടത്തുകയായിരുന്നു. പിന്നീട് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സ്ത്രീകളെല്ലാം തന്നെ അബ്ദുൽ ഗഫൂർ ഹാജിക്ക് പലതവണയായി സ്വർണം കൊടുത്തിരുന്നു എന്ന് പറയുന്നത്. ഈ സ്വർണം കൊടുത്തിരുന്നു എന്ന് പറയുന്ന കാര്യം കുടുംബക്കാർക്കിടയിൽ ചർച്ചയാകുമ്പോഴാണ് ഇങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടു, അതെങ്ങോട്ട് പോയി എന്ന ചർച്ച ഉയർന്നു വരുന്നത്. അതിനുശേഷം ഈ സംശയത്തെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുകയും പിന്നീട് അന്വേഷണം നടക്കുകയും ആദ്യഘട്ടത്തിൽ ബേക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നു, പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു. ഏറ്റവും ഒടുവിൽ പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസിൽ 20 മാസങ്ങൾക്ക് ശേഷം പ്രതികളെ പിടികൂടുന്നത്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഷമീന നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. 2013 ഒരു പ്രവാസി വ്യവസായിയെ ഒരു ഹണി ട്രാപ്പിൽ കുടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രവാസി വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കി അത് കേസായെങ്കിലും പിന്നീട് ഇവർ കോടതിക്ക് പുറത്ത് അത് സെറ്റിൽ ചെയ്ത് ആ കേസ് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് ഈ ജിന്നുമ എന്ന് അറിയപ്പെടുന്ന KH ഷമീന. ഈ ഹണി ട്രാപ്പ് കേസിന് ശേഷമാണ് ഇവർ ഈ മന്ത്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. ഈ പ്രദേശത്തെല്ലാം തന്നെ മന്ത്രവാദം നടത്തി നിരവധി കുടുംബങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. അത് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന കുടുംബത്തിലാണ് ഇവർ ബന്ധം. ഈ പോലീസ് എങ്ങനെയാണ് ഇത് ഈ മന്ത്രവാദികളടക്കം ഈ സ്ത്രീ അടക്കം ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇവരാണ് ഇതിന്റെ പുറകിലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എങ്ങനെയാണ്? ഇത്രയധികം സ്വർണം ഈ വ്യവസായി വീട്ടുകാരുടെ അടക്കം കൈകളിൽ നിന്ന് വാങ്ങിയിരുന്നു എന്നതെല്ലാം സംശയത്തിനിടയാക്കുകയും അതിനെ പിടിച്ചുപോയ അന്വേഷണത്തിലാണോ ഇത് സ്വർണം ഇരട്ടിപ്പിന്റെ പേരിലാണ്, മന്ത്രവാദത്തിന്റെ പേരിലാണ് കൊലപാതകം നടന്നത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് വരുന്നത്? വളരെ പ്രധാനപ്പെട്ട അന്വേഷണമാണ് പോലീസ് നടത്തിയത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതുപോലെ തന്നെ ഈ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണത്തിൽ സംശയമൊന്നും ബന്ധുക്കൾക്കുണ്ടായിരുന്നില്ല. എവിടെയും ശരീരത്തിൽ പുറത്ത് പരിക്കുകളൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് സംസ്കാരം വളരെ പെട്ടെന്ന് നടത്തി. 4-ാം ദിവസമാണ് ഈ സ്വർണം നഷ്ടപ്പെട്ട വിവരം വരുന്നതും പിന്നീട് ഈ പരാതി ഉയർന്നതും. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മകൻ ആ പരാതി നൽകുന്നതും. അതിനുശേഷം 15-ാം ദിവസം കോടതി ഉത്തരവോടുകൂടിയാണ് ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ തലയ്ക്കകത്ത് ശരീരത്തിന്റെ പുറത്ത് ചെറിയ പാടുകൾ ആദ്യഘട്ടത്തിൽ കണ്ടിരുന്നെങ്കിലും അത് ഈ ഹൃദയാഘാതം സംബന്ധിച്ച നടക്കുന്ന സമയത്ത് ചിലപ്പോൾ തല എവിടെയെങ്കിലും തട്ടിയതാകാമെന്ന തരത്തിൽ കരുതി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ 15-ാം ദിവസം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് തലയ്ക്കകത്ത് പുറത്ത് കാര്യമായ പരിക്കുണ്ടായിരുന്നില്ല, തലയ്ക്കകത്ത് ക്ഷതമുണ്ടെന്നും അത് ആന്തരിക രക്തസ്രാവം സംഭവിച്ചു, അതാണ് മരണകാരണമെന്നും മനസ്സിലാക്കുന്നത്. ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തിയപ്പോഴും ഇത് മാത്രമാണ് മരണകാരണമെന്ന് വ്യക്തമായി. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ അന്വേഷണം വഴിമുട്ടിയൊരു സാഹചര്യമായിരുന്നു. കാരണം ദൃക്സാക്ഷികളില്ല, കൃത്യമായ ശാസ്ത്രീയമായ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകളില്ല. ഏറ്റവും ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ഈ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഉൾപ്പെടെയാണ് നടത്തിയത്. ഇവരെ സംശയമുണ്ടായിരുന്നു, പക്ഷേ ഇവരെ കേസുമായി കണക്ട് ചെയ്യുന്നതിനുള്ള ബന്ധിപ്പിക്കുന്നതിനുള്ള മറ്റ് തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇവരെ ഏറെക്കാലം നിരീക്ഷണം നടത്തിയ ശേഷമാണ് കേസിൽ പ്രതികൾ ഇവർ തന്നെയാണെന്ന് വ്യക്തമായത്. ബന്ധുക്കളിൽ നിന്ന് പിന്നീട് വിശദമായ മൊഴി രേഖപ്പെടുത്തി. കാരണം ഇവർക്ക് ഈ കുടുംബവുമായുള്ള ബന്ധം, ഈ കുടുംബവുമായുള്ള അടുപ്പം, അബ്ദുൽ ഗഫൂർ ഹാജിയുമായുള്ള അടുപ്പവും അതോടൊപ്പം തന്നെ മന്ത്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഈ പ്രദേശത്തുള്ള മറ്റ് സ്ഥലങ്ങളിൽ പരിശോധിച്ചപ്പോൾ ഇവർ പലതരത്തിലുള്ള തട്ടിപ്പ് മന്ത്രവാദത്തിന്റെ പേരിൽ നടത്തുന്നു എന്ന് മനസ്സിലായി. അതോടൊപ്പം ഈ ജിന്നുമ എന്നറിയപ്പെടുന്ന KH ഷമീന നേരത്തെ ഒരു കേസിലെ പ്രതിയായിരുന്നു, അത് പ്രത്യേകിച്ച് ഹണി ട്രാപ്പ് കേസിലെ പ്രതിയായിരുന്നു എന്ന് മനസ്സിലാവുകയും ഇവരെ പിന്നീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയുമായിരുന്നു. അതിലാണ് കൃത്യമായ
ശാസ്ത്രീയമായ തെളിവുകളും മൊബൈൽ ടവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായും ഇവർക്ക് കേസുമായുള്ള ബന്ധം തെളിയിക്കുന്നതിനുള്ള ആധികാരികമായ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസിന് വലിയൊരു കയ്യടി ലഭിക്കുന്ന കേസാണ്. കാരണം ഇന്നലെ ഈ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് ഒരേ സമയത്ത് തന്നെ വലിയ പ്രതിഷേധം ഇവർക്ക് നേരെ ഉയർന്നു. ഈ പ്രതികളെ കൊണ്ടുവന്നപ്പോൾ ഈ ഉബൈസ്, അതോടൊപ്പം തന്നെ ഷമീന അതോടൊപ്പം തന്നെ അസ്നിഫ എന്നിവരാണ് ഈ നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തത്. ഇവരെ പൂച്ചക്കാട്ടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഇവരെ കയ്യേറ്റം ചെയ്യാൻ ഉൾപ്പെടെ ശ്രമിച്ചു. കാരണം അത്രയ്ക്കും പ്രമാദമായ ഒരു കേസായതുകൊണ്ട് തന്നെ വലിയ വൈകാരിക പ്രകടനമായിരുന്നു അവിടുന്ന് കണ്ടത്. അതിനുശേഷം നമ്മൾ കണ്ടത് പോലീസിനും അതോടൊപ്പം തന്നെ സർക്കാരിനുമെല്ലാം തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നതാണ്. കാരണം തെളിയില്ലെന്ന് കരുതിയ ഒരു കേസാണ് പോലീസ് 20ാമത്തെ മാസം തെളിയിച്ചത് എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നു. അതിന്റെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തെളിവെടുപ്പ് നടത്തിയത് ഒന്ന് കാസർഗോഡ് അരമന ജ്വല്ലറിയിൽ. ഇവിടെ വെച്ചാണ് 20 പവനിലധികം സ്വർണം കണ്ടെടുത്തത്. ഇവിടെ ഇവർ സ്വർണം വിറ്റിരുന്നു. അതിനു പുറമെ പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഇവർ കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തും സ്വർണം വിറ്റിട്ടുണ്ട് എന്നാണ്. ഒരു ദിവസം കൊണ്ട് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പരമാവധി തെളിവെടുപ്പ് നടത്താൻ പറ്റുന്ന രീതിയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇനി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങിച്ച് കൂടുതൽ തെളിവെടുപ്പ് നടത്തും. അതിനായി കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഷമീനയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സ്വർണം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് വിശദമായി ഇവരെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെടുക. അത് വ്യക്തമാണ്. കാരണം ഇനിയിപ്പോൾ സ്വാഭാവികമായും ജില്ലയ്ക്ക് പുറത്തേക്ക് അടക്കം സ്വർണ്ണം വിറ്റിട്ടുണ്ടോ എന്ന സംശയമുണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ തെളിവെടുപ്പിനായി കൊണ്ടുപോകേണ്ടതുണ്ട്. അത് തന്നെയാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത നിയമപരമായ കാര്യം എന്നതും. ഓക്കെ, താങ്ക് യു സുജു. രാവിലെ ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.